അങ്ങുന്നേ, ഒരു ഗുരുതരമായ കാര്യം നിങ്ങളുടെ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഇപ്പോൾ കൃഷ്ണനാമങ്ങൾ ജപിക്കുന്നു. ആഴമായ ഭക്തിയുടെ അടയാളങ്ങൾ കാണിക്കുന്നു. ഈ വ്യക്തി ആരാണ്? അദ്ദേഹം ഹരിദാസ് ഠാക്കൂർ എന്നറിയപ്പെടുന്നു. ഫുലിയയിൽ ഇതിനകം തന്നെ അദ്ദേഹം ഒരു വിശുദ്ധ ഭക്തനായി കണക്കാക്കപ്പെടുന്നു. നമ്മൾ ഇപ്പോൾ നടപടിയെടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ പാത പിന്തുടരും. അദ്ദേഹത്തിന്റെ മന്ത്രജപം എന്ത് ദോഷം വരുത്തും? എന്റെ പ്രഭു, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം തുടർന്നാൽ അദ്ദേഹം കൂടുതൽ ആളുകളെ വൈഷ്ണവ ഭക്തിയിലേക്ക് തിരിക്കും. ഇത് നമ്മുടെ ആചാരങ്ങളോടുള്ള നേരിട്ടുള്ള ധിക്കാരമാണ്. ഇത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. അയാളെ ഉടൻ കൊണ്ടുവരിക. ഹിന്ദുക്കളുടെ വഴികൾ സ്വീകരിക്കാൻ നീ എന്തിനാണ് ഇസ്ലാമിന്റെ ശുദ്ധമായ വിശ്വാസം ഉപേക്ഷിച്ചത്? നിന്റെ പ്രവൃത്തികളുടെ അനന്തരഫലം നിനക്ക് മനസ്സിലാകുന്നില്ലേ? നവാബ് സാബ്, ദൈവം ഒന്നാണ്. പേരുകൾക്കും രൂപങ്ങൾക്കും അതീതനാണ്. എന്നിട്ടും ഭഗവാൻ തൻ്റെ ഭക്തർക്ക് വ്യത്യസ്ത രീതികളിൽ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാ മതങ്ങളിലും ഭഗവാൻ ഒരേ പരമസത്യമാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഹിന്ദു വഴി പിന്തുടരുന്നത്? എന്തിനാണ് കൃഷ്ണനാമം ജപിക്കുന്നത്? സാഹിബ്, ചില ഹിന്ദുക്കൾ ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഇസ്ലാം സ്വീകരിക്കുന്നത് പോലെ കൃഷ്ണന്റെ വിശുദ്ധനാമങ്ങൾ ജപിക്കാൻ അദ്ദേഹം എന്നെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ആത്മാവിന് സ്വാതന്ത്ര്യമില്ല. ഓരോ ജീവിയെയും താൻ ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ സേവനത്തിൽ ഏർപ്പെടുത്തുന്നത് ഭഗവാനാണ്. ഇതൊരു തെറ്റാണെങ്കിൽ നിങ്ങളുടെ ശിക്ഷയ്ക്ക് ഞാൻ എന്നെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് മറ്റു മാർഗമില്ലെന്ന മട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ ജനിച്ച മതം പിന്തുടരണം. ഹരിദാസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ സ്വന്തം മതത്തിൽ കാണപ്പെടുന്നത് പോലെ ദൈവനാമങ്ങൾ ജപിക്കുക. മറ്റൊരു വിശ്വാസത്തെ പിന്തുടരുന്നത് നിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും. खंड खंड होए देह जाए जादी प्राण ताबू अम्मी बदन नेന ചാടി ഹരിന. നിങ്ങൾ എൻ്റെ ശരീരം കഷ്ണം കഷ്ണമാക്കിക്കോളൂ. എൻ്റെ ജീവൻ പോയാലും പക്ഷേ ഞാൻ ആ വിശുദ്ധ ഹരിനാമം ഒരിക്കലും ഉപേക്ഷിക്കില്ല. എൻ്റെ നാവ് എന്നേക്കുമായി അത് ജപിക്കും. അയാൾ പതരാൻ വിസമ്മതിക്കുന്നു. നമ്മൾ എന്തു പറഞ്ഞാലും അയാളുടെ ദൃഢനിശ്ചയം അചഞ്ചലമാണ്. ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുന്നു? എന്റെ യജമാനനെ മറ്റൊരു മുസ്ലിം മതം മാറാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ അയാളെ ശിക്ഷിക്കണം. അയാളെ പരസ്യമായി അടിക്കണം. മരിക്കുന്നത് വരെ 22 അങ്ങാടിയിൽ വെച്ചടിക്കണം. അതും അയാൾ അതിജീവിച്ചാൽ അയാൾക്ക് യഥാർത്ഥത്തിൽ എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അയാളെ കൊണ്ടുപോകൂ. ശിക്ഷ നടപ്പിലാക്കൂ. ഇതിനെന്താ വില? ഇതിന് എത്ര രൂപയാ? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ
Rama Rama Hare Hare. Hare Krishna 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 Hare Hare. Hare Rama 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 Hare Hare. എത്ര അടി കിട്ടിയിട്ടും അവൻ ഇപ്പോഴും എങ്ങനെ നിൽക്കുന്നു? Hare Krishna 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 Hare Hare. Hare Rama 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 Hare Hare. ഇത് ഒരു സാധാരണ മനുഷ്യനല്ല, ഇവനെ സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്നെ സംരക്ഷിക്കുന്നുണ്ടാവും. ഹേ ഭഗവാനെ, ദയവായി ഈ പാവപ്പെട്ട ഭടന്മാരോട് കരുണ കാണിക്കണമേ. അവർ എന്നെ ഒരു ശത്രുവായി കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങ് ഒരു കുറ്റമായി കണക്കാക്കരുത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. 22 അങ്ങാടികളിൽ വലിച്ചിഴച്ചടിച്ചിട്ടും ഇവൻ ഇപ്പോഴും എങ്ങനെ ജീവിച്ചിരിക്കുന്നു? അവനെ പരിക്കേൽപ്പിക്കാതെ കണ്ടാൽ അദ്ദേഹം നമ്മെ കള്ളം പറയുകയാണെന്ന് കുറ്റപ്പെടുത്തും. അവൻ നമ്മെ വധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദുരിതമാണെങ്കിൽ നിങ്ങളെ സഹായിച്ച് മരിച്ചു പോകാം. എന്റെ യജമാനന് അത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അവനെ അടക്കം ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകട്ടെ. ഇല്ല, എന്റെ യജമാനനെ അവനെ പോലുള്ള ഒരാൾ സംസ്കാരം അർഹിക്കുന്നില്ല. പകരം അവന്റെ മൃതദേഹം നദിയിലേക്ക് എറിയണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല താങ്കൾ ഒരു പരിശുദ്ധ ഭക്തനാണെന്ന്. ഹരിദാസ്, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ ജപിക്കൂ. ആരും നിങ്ങളെ ഇനി തടയില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരിദാസ, കലിയുഗത്തിൽ ബന്ധജീവികളെ എങ്ങനെ എളുപ്പത്തിൽ മോചിപ്പിക്കാൻ കഴിയും? ഹേ മഹാപ്രഭു, അങ്ങയുടെ കാരുണ്യം പരിധിയില്ലാത്തതാണ്. എന്നെ പോലെയുള്ള ഒരു എളിയ ആത്മാവിന് എന്ത് പറയാൻ കഴിയും? അങ്ങ് കൃഷ്ണനാണ്. മർത്യലോകത്ത് വീണുപോയവരെ മോചിപ്പിക്കാൻ അങ്ങ് ഇറങ്ങി വന്നിരിക്കുകയല്ലേ?
ഹേ മഹാത്മാവേ, സംസാരിക്കൂ. താങ്കളിൽ നിന്ന് കേൾക്കാൻ എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നു. ഹേ ഗൗരറായി, അങ്ങ് തന്നെയാണ് യുഗധർമ്മമായ നാമസങ്കീർത്തനം കൊണ്ടുവന്നത്. പവിത്രനാമം ജപിക്കുന്നതിലൂടെ ജീവാത്മാക്കൾ പരമമായ നിധി കൃഷ്ണപ്രേമം നേടുന്നു. ഹേ പ്രഭു, കലിയുഗത്തിൽ ജീവികൾക്ക് എങ്ങനെ പ്രയോജനം ചെയ്യാമെന്ന് ചിന്തിച്ച് അങ്ങ് തന്നെ വിശുദ്ധനാമത്തോടൊപ്പം ഇറങ്ങി വന്നു. പവിത്ര ഹരിനാമവും നാമസങ്കീർത്തനവും മാത്രമേ ജീവാത്മാക്കളെ ഈ കലിയുഗത്തിൽ രക്ഷിക്കാൻ കഴിയൂ. കൃഷ്ണനാമം ഒരു ചിന്താമണി പോലെയാണ്. അത് തുടക്കമില്ലാത്തതും പൂർണ്ണമായും ആത്മീയവുമാണ്. പരമദിവ്യാത്മ പുരുഷൻ കൃഷ്ണനും ഹരിനാമവും ഒരേ തത്വമാണ്. ഹരിദാസ, അങ്ങ് വിശുദ്ധനാമത്തിൻ്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്നു. അങ്ങ് ദിവസവും 3 ലക്ഷം നാമങ്ങൾ ജപിക്കുന്നു. താങ്കളുടെ ജീവിതവും ഉപദേശങ്ങളും ഒന്നാകുന്നു. നാമജപം കാരണം 22 അങ്ങാടികളിൽ താങ്കളെ അടിച്ചു. പക്ഷേ ആ വേദനയിൽ നിന്നും ഹാനിയിൽ നിന്നും അങ്ങയെ സംരക്ഷിച്ചത് ഞാനാണ്. അങ്ങയെ വേദനിപ്പിച്ചവരെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ താങ്കളുടെ പ്രാർത്ഥനകൾ ഹരിദാസ് അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞു. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിൽ ആർക്കും ഒരിക്കലും അനുകരിക്കാൻ കഴിയില്ലെങ്കിലും ലോകം മുഴുവൻ താങ്കളുടെ കാൽപ്പാടുകൾ പിന്തുടരണം. അതിനാൽ ഞാൻ അങ്ങയെ നാമാചാര്യനായി പ്രഖ്യാപിക്കുന്നു. नामाचार्य श्री हरिदास ठाकुर की जय, श्री चैतन्य महाप्रभु की जय।